തൃശൂർ കൊടുങ്ങല്ലൂരിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഹാക്ക് ചെയ്ത് ഓൺലൈൻ തട്ടിപ്പിന് ശ്രമം. വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ നൽകിയാണ് തട്ടിപ്പ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടേതെന്ന പേരിൽ ടെക്സ്റ്റ് മെസ്സേജുകൾ അയച്ചാണ് തട്ടിപ്പ് നടത്തുന്നത്. അക്കൗണ്ട് ഉടമകളെ തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞാൽ റിവാർഡ് പോയിന്റിന് അർഹരായതായും അറിയിപ്പ് നൽകും. ഈ സന്ദേശത്തോടൊപ്പമുണ്ടാകുന്ന APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്നവരുടെ ഫോണുകൾ ഹാക്ക് ചെയ്ത് തട്ടിപ്പ് നടത്തുന്നതാണ് വ്യാജ സംഘത്തിന്റെ രീതി. ഈ മേഖലയിൽ കൊടുക്കുന്ന മേഖലയിൽ ഞങ്ങളൊക്കെ ഉൾപ്പെടുന്ന നിരവധി വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഒരു 4 എണ്ണം എന്റെ അറിവിൽ 4 or 5 എണ്ണത്തില് പെട്ടെന്ന് അതിന്റെ DP മാറുകയും ഈ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പേര് മാറി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള പേര് വരികയും ചെയ്തു. തുടർന്ന് അതിൽ എല്ലാവർക്കും ഇങ്ങനെ ഗ്രൂപ്പുകളിലേക്ക് ഇതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിവാർഡ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, താഴെ കാണുന്ന APK ഫയൽ ഓപ്പൺ ചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പൈസ കിട്ടുന്നുള്ള ഒരു മെസ്സേജ് വന്നു. തൃശൂർ കൊടുങ്ങല്ലൂർ മേഖല കേന്ദ്രീകരിച്ച വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വ്യാപകമായി ഇത്തരം സന്ദേശങ്ങൾ പ്രചരിച്ചതോടെയാണ് ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ച് പലർക്കും മനസ്സിലാകുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി പലരും തയ്യാറാക്കിയ സജീവമായി നിലനിൽക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളെ ദുരുപയോഗം ചെയ്താണ് തട്ടിപ്പിന്റെ പുതിയ രീതി. ഞങ്ങളുടെ കൂട്ടത്തില് ഒരാൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ബാങ്കുകാർക്ക് അത്തരം കാര്യങ്ങൾ അറിയില്ല. അവരത് പോലീസുമായിട്ട് ബന്ധപ്പെടുന്നതാണ് ഞങ്ങൾ അറിഞ്ഞ വാക്കാൽ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ അഡ്മിന്മാര് 1-2 പേര് കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥ സന്ദേശമാണെന്ന് ധരിച്ച് ഇത്തരം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്താൽ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ ഹാക്ക് ചെയ്യപ്പെടുമെന്നാണ് IT വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. നിരവധി ആളുകൾ പരാതി അറിയിച്ചതോടെ കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് മലയാളം, തൃശൂർ.